ഹലോ മക്കളെ, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വെറും 1 മിനിറ്റിലാണ് 5 മാർക്ക് നേടാൻ പറഞ്ഞത്. നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ മക്കളെ. സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 105. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 6 പദങ്ങളുടെ തുക 105 തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സിക്സ്ത് ടേം. ഒന്നാം പദത്തിന്റെയും 6ാം പദത്തിന്റെയും തുക എത്ര? അപ്പൊ മക്കളെ നമുക്കറിയാം ഇത് ഒരു ജോഡിയല്ലേ. അങ്ങനെ ജോഡിയുടെ തുക ആണെങ്കിൽ ഇക്വേഷൻ എന്താ? സം ഓഫ് വൺ പെയർ എന്താണ്? സം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് പെയർസ്. അങ്ങനെ മക്കളെ നമുക്ക് സം എത്ര തന്നിക്കണേ? 105 തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ 6 ടേംസ്, 6 പദങ്ങളാണെങ്കിൽ എത്ര ജോഡികൾ ഉണ്ടാവും? 3 ജോഡികൾ ഉണ്ടാവും. ഈസിക്കൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? 35 ആൻസർ കിട്ടും. അതായത് 1ാം പദം 6ാം പദം കൂട്ടി എത്ര കിട്ടും? 35 കിട്ടും. ഇനി എന്താ മക്കളെ നമ്മളോട് ബി ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഇഫ് സെക്കൻഡ് ടേം ഈസ് 10 ഫൈൻഡ് ദ ഫിഫ്ത് ടേം. 2ാം പദം 10 ആണെങ്കിൽ 5ാം പദം എത്രയാണ് മക്കളെ? അപ്പൊ മക്കളെ ഇതൊരു ജോഡിയല്ലേ. 2ഉം 5 കൂട്ടുമ്പോൾ 7 കിട്ടുന്നില്ലേ? 1ഉം 6 കൂട്ടുമ്പോൾ 7 കിട്ടുന്നുണ്ട്. അതായത് ഇതൊരു ഒരു പെയറാണ്, ഇതൊരു ജോഡിയാണ്. അങ്ങനെയാണ് മക്കളെ ഇതിന്റെ സം എത്ര ആക്കാരം മക്കളെ? 35 ആക്കാരം. അങ്ങനെയാണെങ്കിൽ 5ാം പദം എത്ര ആക്കാരം? 35 എന്ത് കുറച്ചാൽ മതി? നമുക്ക് 2ാം പദം 10 തന്നിക്കണം. അപ്പൊ 35 മൈനസ് 10 ആണ് നമുക്ക് എത്ര കിട്ടൂടാ? 25 കിട്ടും. ഇനി ലാസ്റ്റ് എന്താ വെച്ചാൽ റൈറ്റ് എനി അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് ഈസ് 105. അതായത് ഏതെങ്കിലും സമാന്തര ശ്രേണി എഴുതണം. എന്താ കണ്ടീഷൻ? 6 പദങ്ങളുടെ തുക 105 ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് ഇവിടെ അറിയാം 6 പദങ്ങളുടെ തുക 105 ആവണേ അറിഞ്ഞാൽ നമുക്ക് 2ാം പദം എത്ര കിട്ടിക്കണു? 10 എന്ന് കിട്ടിക്കണു. അതേപോലെ 5ാം പദം എത്രയെന്നും കിട്ടി? 25 എന്നും കിട്ടി. അങ്ങനെയാണ് ഇവിടെ എത്ര പൊതുവ്യത്യാസം വരെ മക്കളെ? 25 10 കുറച്ച 15 ഡിവൈഡ് ബൈ 5 മൈനസ് 2 അറിഞ്ഞ 3. 15 ബൈ 3 അറിഞ്ഞ എത്ര കിട്ടും മക്കളെ? നമുക്കറിയാം 5 പൊതുവ്യത്യാസം കിട്ടും. അങ്ങനെ ആദ്യ പദം എത്രയാടാ? 5 5 10 അടുത്ത് എത്ര വരടാ? 15 15 പ്ലസ് 5 അറിഞ്ഞ 20 25 പ്ലസ് 5 അറിഞ്ഞ 30 അറിഞ്ഞ. അപ്പൊ നമ്മൾ സീക്വൻസ് കിട്ടിയ എത്ര മക്കളെ നമുക്ക് സിമ്പിൾ ആയി ചെയ്യാൻ കഴിയും കേട്ടടാ.